ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് 1-ാം ഓണാണ്. അപ്പം നമ്മളെ എൻ്റെ അല്ല, നമ്മളെ മക്കൾസിന്റെ ഡേ ഇൻ മൈ ലൈഫാണ് അല്ലേ. ഇവിടുന്ന് ഇപ്പോഴേ തുടങ്ങി. ഇവർ എണീച്ച ഒരു 10-15 മിനിറ്റ് ആയി. അപ്പോഴേക്ക് ഓരോ സാധനം എടുത്ത് വന്ന് കളിയൊക്കെ തുടങ്ങി. അപ്പൊ ഫസ്റ്റ് ഇവരെ കാണിച്ചാൽ ശിവ എന്റെ പൗഡർ വേറെ എടുത്തിട്ട് പിടിച്ചിട്ടുള്ളത് സ്പ്രേന്റെ ബോട്ടിലാണ്. സ്പ്രേന്റെ ബോട്ടിൽ തുറന്നിട്ട് അതിന്റെ മൂടി കൊണ്ടാണ് ഇവരെ കളി. എന്തിനാ കളിക്കണേ? വാവേന്റെ അടുത്ത് പോകേണ്ട ചേട്ടി അങ്ങ് ഇറങ്ങി പോയിട്ടുണ്ട്. ഇപ്പം വരും വാവേന്റെ അടുത്ത്. അപ്പൊ രാവിലെ തന്നെ ഇവരെ കളി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി ഇവരെ ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ കാണിച്ചു തരാം അല്ലേ 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 ചിട്ട് ശിവ ഇങ്ങ വാ. ശിവ ഇങ്ങോട്ട് വാ. എന്നോട് ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടി. എന്നോട് ഇങ്ങനെ ഞാൻ ഇങ്ങോട്ട് വാന്ന് പറയുമ്പോ ഇങ്ങോട്ട് വാ. ശിവ 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 ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. നീ ഇങ്ങോട്ട് വാ. തീരെ പറഞ്ഞാൽ ഇല്ലാത്തരുണ്ട്. പൂച്ചയല്ല എന്റെ അമ്മേന്റെ തല. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടി. സാധനങ്ങളാണ് ഒന്നും ഇപ്പൊ പറഞ്ഞ ഒരു അനുസരണാന്ന് പറഞ്ഞ സാധനങ്ങളില്ല. വിളിച്ചാ വരൂല അല്ലേ. അപ്പൊ ഇനി വഴിയെ ഇവർ ഓരോ കാര്യങ്ങൾ കാണിച്ചാൽ ഇവർക്ക് ഇനി വെള്ളമൊക്കെ കൊടുക്കട്ടെ. എഴുന്നേറ്റ് കുറച്ച് സമയമില്ല. പാലൊക്കെ കുടിച്ച് ഇനി വെള്ളമൊക്കെ കൊടുക്കട്ടെ. ഉണ്ട് ഇങ്ങനൊരു സ്വഭാവം. ഇങ്ങനെ ഏത് മൂലക്ക് പോയിരിക്കാം അല്ലേ ശിവ? മൂലക്ക് ഇങ്ങനെ പോയിരുന്നിട്ട് അനങ്ങാണ്ടാണ് നടക്കും. എന്തെങ്കിലും ഒപ്പിച്ച് വെക്കുന്ന പരിപാടി. ഇങ്ങനെ ഏതെങ്കിലും മൂലക്കാവുമായിരിക്കും. ഒന്നെങ്കിൽ ഏതെങ്കിലും മറ്റേ മേശന്റെ ഉള്ളിലെല്ലാം ഉണ്ടാവും പോയിരിക്കുന്നത്. എന്നിട്ടാണ് അനങ്ങാണ്ടിരിക്കും. ഞാൻ ശിവ എന്ന് വെച്ചാൽ ചിലപ്പോ അനങ്ങൂല. ചിലപ്പോ അപ്പാട് ഇങ്ങനെ എണീച്ചിരും. ചിലപ്പോ അനങ്ങൂല. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് എന്റെ മോക്ക്. ഏതെങ്കിലും മൂലകളിൽ പോയാടി ഇരിക്കല് അല്ലേടി കളത്തി. ഇങ്ങോട്ട് വാ. ഇതെന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കട്ടെ. ബ്രഷ് ചെയ്തോട്ടെ. അപ്പൊ ഇതാണ് നെക്സ്റ്റ് വൺ. അപ്പൊ ഇത് ഞാൻ പിള്ളേഴ്സിന് വെള്ളമൊക്കെ കൊടുത്ത് എന്തോന്നും അറിയില്ല. എന്റെ മോൾ അങ്ങാണ്ട് കടന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ ഇവർക്ക് കൊടുക്കുന്ന എഗ്ഗ് ബോയിൽ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഡെയിലിയോ ഒന്നിക്കൊന്നിടല്ലാം ഞാൻ ഇവർക്ക് എഗ്ഗ് ബോയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യമൊക്കെ ഗ്യാസിലെ വെക്കല്. ഇപ്പം പക്ഷെ ഞാൻ ഗ്യാസിലൊന്നല്ല വെക്കല്, വേറൊരു സാധനത്തില്ല. എന്താണെന്നറിയോ? അഗാരോ ഗ്രാൻഡ് എഗ് ബോയിൽ ആൻഡ് കോച്ചർ. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പൊ ഞാൻ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ ഞാൻ എന്റെ ബാക്കിയുള്ള പരിപാടീസിലൊക്കെ നോക്കട്ടെ. വിശന്ന് പോയി അല്ലെ? നമുക്ക് വിശന്ന് പോയി. ഞം ഞം ആക്കണേ. ഞം ഞം എങ്ങനെ ആക്ക സിട്ടു? ഞം 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 ഞം. ഇനി ഇതൊക്കെ കൊടുത്തിട്ട് ഇനി ശരിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പൊ രാവിലെ എണീച്ചപ്പോഴും ഞാനും ഈ ഒരു സമയത്ത് ഇവർ എണീക്കുമ്പോൾ തന്നെ എണീക്കുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് വേണം ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് ഇനി ശരിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. അത് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ ഇതാ നമ്മുടെ മൂന്നാളും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മുട്ടയൊക്കെ കഴിച്ച് ഞാൻ അപ്പാട് കുളിക്കും. ഇവരെയും കുളിപ്പിക്കും, പ്ലസ് ഞാനും അപ്പാട് കുളിക്കും. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇത് നമ്മളെ നെക്സ്റ്റ് ഫുഡ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അല്ലെ. പുട്ടും ചെറുപയറായിരുന്നു. അപ്പൊ അത് കഴിക്കാന്ന്. അപ്പൊ അത് കഴിച്ചുകൊണ്ടിരിക്കാണ്. അതിനടുത്ത് നമ്മൾ TV കണ്ടോണ്ടിരിക്കാന്ന് അല്ലേ. എനിക്ക് ഇവരെ കുർത്തക്കേടുകൾ കുറെ നടക്കും. മര്യാദക്ക് കഴിക്കൊന്നും ഇല്ല. ഇങ്ങനെ എന്നാ വേണോ വേണ്ടയോ അങ്ങനത്തെ ഒരു ഇതാണ്.
എങ്ങനെയെങ്കിലും കുറച്ച് തിന്നട്ടെന്ന് വെച്ചിട്ട് അങ്ങനെ കൊടുക്കും. പിന്നെ ചെറുപയറിൽ നല്ലോണം കൂട്ടി കൊടുക്കും കേട്ടോ. കുട്ടിനെക്കാട്ടും ചെറുപയർ കൂട്ടി നല്ലോണം കൊടുക്കും. ബാ സിട്ടേക്ക് വാ. വലിയ അച്ചാച്ചനെ കണ്ട ഇതെല്ലാം മാറ്റുന്ന ആള് വലിയ റിമോട്ടെല്ലാം എടുത്തിട്ട് വലിയ അതോട്ടാണ് പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോകണം. ചെറിയ 1-2 സാധനം വാങ്ങാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വേഗം ഇവർ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ പുറത്തേക്ക് ഡ്രസ്സ് മാറ്റുക എന്നല്ല, കാരണം ഇവരെ ഇറക്കാൻ ചാൻസ് ഇല്ല. അപ്പം ഇവർ മരുന്നൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങണം. അതുകൊണ്ട് വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിനി പോട്ടെ. വാ. അപ്പം ഇതാ നമ്മൾ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് 1-2 സാധനം ഇവരെ മരുന്ന് അങ്ങനെ ചില്ലറ സാധനം വാങ്ങണമായിരുന്നു. ഞാനും പിള്ളേർ ഇറങ്ങിയിട്ടേ ഇല്ല. എൻ്റെ കോലം കണ്ടപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഡ്രസ്സിലുള്ള പിള്ളേരും അതെ മുന്നോട്ട് മാത്രം ഇറങ്ങി മരുന്നും അതും ഇതെല്ലാം വാങ്ങിയിട്ട് വരികയത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിതിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അല്ലേ. നല്ല മഴയാകുമ്പോഴത്തേക്ക് മഴ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടല്ല ഇറങ്ങാന്ന് വെച്ചാൽ കണക്കായിരിക്കും. ഇന്ന് ഒന്നാമത് ഓണല്ലേ. അപ്പം എന്ന് വെച്ചാൽ വൻ തിരക്കും അതേപോലെ ഒന്നും പറയേണ്ടി വരില്ല. അതുകൊണ്ട് പിന്നെ ബ്ലോക്കും കാര്യങ്ങളിലായിട്ട് അതുകൊണ്ട് രാവിലെ തന്നെ അതാ വേഗം പോയിട്ട് വരാമെന്ന് വെച്ചാൽ. പിന്നെ ഇവർ മരുന്ന് തീർന്നിട്ടുണ്ടായി. അപ്പം നമ്മൾ ഇന്നേരെ വീട്ടിലേക്ക് പോവാന്ന്. ഇനി ഇവർക്ക് കിടത്തിയങ്ങൾ ഉറക്കണം. അതാണ് അടുത്ത പരിപാടി. അപ്പം ഇതാ ഒരാൾ ഉറങ്ങിയിട്ടുണ്ട്. മറ്റേ ആളെ ഉറക്കി കിടത്തിയതാണ്. പക്ഷേ എങ്കിൽ ശടപടേന്ന് പറഞ്ഞിട്ട് എണീച്ച്. ഇയാൾ കുറച്ച് നേരം ഉറങ്ങുന്നുണ്ട്. വീട് തന്നെ ഇപ്പോൾ ഒച്ചപ്പാടാക്കിയ സീനായിരിക്കും. ഒങ്ങി എണീച്ചാ ചിറ്റുവാവേ? ഒങ്ങി എണീച്ചോന്ന്? എന്തുവാ കളിക്കണേ രണ്ടു? ടിവി ഇല്ല. അപ്പൊ ഇതാ കുറേ പരിപാടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തൊക്കെ പോയി വന്ന് ഇവർ ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചു വരൽ നടക്കുന്ന കാരണം ഉറങ്ങുന്ന സമയത്ത് ഇവിടെ ലൈറ്റ് ഇട്ട് എണീപ്പിക്കണ്ടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അടിച്ചൊന്നും വരില്ല. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനും പിടിക്കാനൊക്കെ ഉണ്ട്. നല്ല കഴിഞ്ഞ് ഇനി ഇതാ ഇവർക്ക് പിള്ളേഴ്സിന് കുറച്ചൊക്കെ ഞാൻ വെച്ച് TV കാണോട്ടോ. അല്ലെങ്കിൽ അന്നയായിരുന്നു അടിച്ചു വാരാൻ ഒരു കാര്യത്തിനും വിടില്ല. അപ്പോഴത്തെ TV കാണുന്ന സമയത്ത് ഞാനിരുന്ന് അടിച്ചു വാരി ഒന്നെല്ലാം സെറ്റാക്കട്ടെ എന്ന് വെച്ച്. പിന്നെ പിള്ളേഴ്സ് രണ്ടാളവിടെ പോയി അങ്ങാണ്ടിരുന്ന TV എന്തായാലും 10 പേര് മാറ്റി കൊടുക്കാം. പക്ഷെ എന്നാലും കുറച്ചേരം ഇരുന്നോളൂ. അപ്പൊ ഇതാ നമ്മളെ ക്ലീനിങ്ങും അത് കഴിഞ്ഞിട്ടുള്ള ഫുഡ് അടിയും ഒക്കെ കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. എന്താടാ വേണ്ടേ? ക്ലീനിങ്ങും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് അടിക്കുന്നതൊക്കെ എടുക്കാൻ വിട്ടുപോയി. കാരണം ക്ലീനിങ് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് വിശന്ന് പണ്ടാറടങ്ങി. അത് കഴിഞ്ഞ് ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ ആയി. നമ്മൾ ഇന്ന് ഇതായിട്ടുണ്ടായത് ബിരിയാണി ഉണ്ടായത്, ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പം അതൊക്കെ കഴിച്ചു, പിള്ളേഴ്സും കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം കുറച്ചു നേരം TV ഒക്കെ കണ്ട് നമ്മൾ പിന്നെ അതിൻ്റെ കുറേ TV ഒക്കെ നേരത്തെ ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് വെച്ചത്. അപ്പം ഇനി കുറച്ചു നേരം TV ഒക്കെ കണ്ട് ഇനിയിപ്പോൾ ഇവർ ഇങ്ങനെ ഉരുണ്ടും മറിഞ്ഞൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തേക്കൊക്കെ പോകണം ഒന്നും കൂടി. അപ്പം അങ്ങനെ കഴിയുമോ ഇന്നത്തെ ഡേ. അപ്പൊ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇത് പറ ഉമ്മ എടുക്ക്. ഇനി നമ്മൾ പുറത്തേക്കൊക്കെ പോകണമെന്ന് ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് നടക്കുമെന്ന് അറിയാതെ നോക്കണം, പറ്റുകയാണെങ്കിൽ ചെയ്യണം. പിന്നെ കുറച്ച് റെസ്റ്റ് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം ഇപ്പൊ പോവുക. അപ്പൊ ഇതാ ഒരാൾ ഉമ്മ വരാൻ ബാക്ക് പോയിട്ടുണ്ട്. അപ്പൊ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ഓക്കെ, ബൈ.